ഹലോ, അങ്ങനെ 10 ദിവസത്തെ വെക്കേഷന് ശേഷം വീണ്ടും ഹോസ്റ്റലിൽ പോകാൻ സമയമായി. കുറച്ച് ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പാക്ക് ചെയ്ത് വെച്ചു. ഞാൻ വീട്ടിൽ നിന്ന് ഉച്ചയൊക്കെ ആകുമ്പോഴാണ് ഇറങ്ങിയത്. ഏകദേശം ഒരു 1:30 മണിയൊക്കെ ആകുമ്പോഴാണ് ഇറങ്ങിയത്. ബസ്സിലാണ് കേട്ടോ പോകുന്നത്. കോഴിക്കോട് KSRTC ഡിപ്പോ നിന്നായിരുന്നു ബസ്. അങ്ങനെ ഞാൻ പിങ്കീനോടും അമ്മേനോടും അച്ഛനോടും പൊന്നുവിനോടൊക്കെ യാത്ര പറഞ്ഞു. അച്ഛനാണ് എന്നെ കോഴിക്കോട് ഡിപ്പോയിൽ വരെ കൊണ്ടുവിടുന്നത് കേട്ടോ. അമ്മയ്ക്ക് ചെറിയ വിഷമമൊക്കെ ഉണ്ടായിരുന്നു, അമ്മ അതൊന്നും കാണിച്ചിട്ടില്ല എന്ന് മാത്രം. അങ്ങനെ പോകുന്ന വഴിക്ക് എനിക്ക് കേട്ടറ്റിൻ്റെ ബുക്കൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അങ്ങനെ ഞാനും അച്ഛനും അതൊക്കെ മേടിച്ചു. അങ്ങനെ ഫൈനലി നമ്മുടെ ഡിപ്പോയിലെത്തി. ഇവിടെ ഫിദുവിനെ വെയിറ്റ് ചെയ്യണം. ഫിദു ഞാനും കൂടിയാണ് കേട്ടോ പോകുന്നത്. ഡിപ്പോയിൽ നല്ല തിരക്കുണ്ടായിരുന്നു. ഇവിടുന്ന് തിരിച്ച് ഹോസ്റ്റലിൽ പോകുന്നവരും നാട്ടിൽ നിന്ന് വന്നവരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫിദു വന്നപ്പം തന്നെ ഞങ്ങൾക്ക് ബസ് കിട്ടി. ഞങ്ങൾ ബസ്സിൽ കയറി. പിന്നെ അച്ഛനോട് ടാറ്റാ ബാബായി ഒക്കെ പറഞ്ഞു. അച്ഛൻ പോയി കേട്ടോ. പിന്നെ ഞങ്ങൾ നല്ല ഉറക്കം ഉറങ്ങി. പിന്നെ ഞങ്ങൾ എഴുന്നേറ്റത് ചുരത്തിലെത്തിയപ്പോഴാണ്. ചുരത്തിലാണ് നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഒരു വശത്തെ വണ്ടി വിട്ടതിന് ശേഷമാണ് മറുവശത്തെ വണ്ടി വിടുന്നത് കേട്ടോ. ചെറിയ രീതിക്കുള്ള തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും വലിയ രീതിക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് ഞങ്ങൾ ഉറങ്ങി എണീറ്റതിന് ശേഷമുള്ള വീഡിയോ ആണ്. മുകളിലൊക്കെ കണ്ടോ വണ്ടി ഇങ്ങനെ നിൽക്കുന്നത്, കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ മണ്ണിടിച്ചിൽ ഞാൻ ലൈവായിട്ട് എടുത്ത വീഡിയോ ആണ്. ഇതാണ് സംഭവം. അങ്ങനെ പിന്നെ കൽപ്പറ്റ ഇറങ്ങി. കൽപ്പറ്റയിൽ നിന്ന് പുൽപ്പള്ളിക്കുള്ള ബസ് കിട്ടി. ബസ് കയറി, ബസ് ടിക്കറ്റൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ വീണ്ടും കിടന്നുറങ്ങി. പിന്നെ എഴുന്നേറ്റു. അങ്ങനെ ഏകദേശം ഒരു 7:10 7:15 ഞങ്ങൾ പുൽപ്പള്ളി എത്തി. പുൽപ്പള്ളിയിൽ നിന്ന് നേരെ ഓട്ടോ വിളിച്ച് ഹോസ്റ്റലിലേക്ക് പോയി. അങ്ങനെ വെക്കേഷൻ കഴിഞ്ഞ് ഹോസ്റ്റലിൽ പോകുന്ന ആൾക്കാരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എൻ്റെ വീഡിയോ കാണുന്നവർ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ, ടാറ്റാ.